ഇന്നൊരു കുട്ടി ഡേ മൈ ലൈഫാണ്. രാവിലെ തന്നെ വെള്ളം കുടിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം രാവിലെ ഞാൻ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. എന്നിട്ടാണ് ഇന്നത്തെ ദിവസം തുടങ്ങുക. പിന്നെ രാവിലെ അമ്മ കള്ളപ്പം ചുടുകയും കള്ളപ്പത്തിൻ്റെ പരിപാടിയൊക്കെയാണ്. അപ്പോഴത്തേക്കും ബിജി ആൻറ്റി വന്നു സാറേനെ പള്ളിയിൽ കൂട്ടിക്കൊണ്ട് പോയി. അപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു ഇന്ന് വേഗം ഉപ്പേരിക്കുള്ളതൊന്ന് വേഗം അരിഞ്ഞു തരാൻ പറഞ്ഞു. ഞാൻ വേഗം അതെല്ലാം അരിഞ്ഞു റെഡിയാക്കി. അപ്പോഴത്തേക്കും പിന്നെ അമ്മ പറഞ്ഞു എന്നാൽ മോളെ വേഗം ചെമ്മീനും കൂടെ നന്നാക്കാൻ പറഞ്ഞു. ചെമ്മീനും വേഗം നന്നാക്കി അത് കഴുകി റെഡിയാക്കി എടുത്ത് അത് നന്നാക്കാനുള്ള പരിപാടി നോക്കി. അത് കഴിഞ്ഞ് വേഗം തന്നെ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്തേക്കിട്ടു. അതൊക്കെ കഴിഞ്ഞ് വേഗം കള്ളപ്പമൊക്കെ വേഗം ചുട്ടെടുക്കുകയാണ്. എന്നാൽ വേഗം അടുപ്പ് ഒഴിയുന്നതിനനുസരിച്ച് വേണം കറിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ. പിന്നെ ഞാനിത് അരിഞ്ഞ് വെച്ച ബീറ്റ്റൂട്ടിന് ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ അമ്മ വേഗം മുട്ട പുഴുങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. അതും റെഡിയാക്കി വെച്ചു. അതെല്ലാം കഴിഞ്ഞ് വേഗം തന്നെ ചോറിനുള്ള അരി വേഗം സെറ്റാക്കി അത് കഴുകി അടുപ്പത്തിടാൻ വേണ്ടി തുടങ്ങി. അപ്പോഴത്തേക്കും മുട്ടയെല്ലാം സെറ്റായി അത് വെന്ത് അമ്മ ഇതാ വേഗം അത് നല്ലൊരു ഫ്രൈ പോലെ രീതിയിലാക്കിയെടുത്തു. അപ്പോഴത്തേക്കും പപ്പ ചോറും ചെമ്മീനും എല്ലാം പൊതിച്ചോറ് റെഡിയാക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റല് പിന്നെ കുറേ ചേട്ടന്മാരും ചേച്ചിമാരും ഒരുപാട് ആൾക്കാരുണ്ട്. ഫുഡൊക്കെ കിട്ടാതെയും കഴിക്കാതെയും ഒക്കെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങളോട് ഒരു വീട്ടിൽ നിന്ന് 2 പൊതിച്ചോറാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ ഒരു 5 പൊതിച്ചോറും കൂടെ ഞങ്ങൾ തരാം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ വേഗം പപ്പയും അമ്മയും കൂടെ അതൊക്കെ വേഗം സെറ്റ് ചെയ്ത് വെച്ചു. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം നമ്മളെ പൊതിച്ചോറ് എടുക്കാൻ ആനന്ദേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ വേഗം വന്നു. അതൊക്കെ സെറ്റ് ചെയ്ത് അമ്മ വേഗം കവറിലെല്ലാം ആക്കി കൊടുത്തു. അതെല്ലാം ആക്കി ആ ചേട്ടൻ സെറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് നമ്മുടെ വാർഡിലുള്ള ആൾക്കാരെല്ലാവരും കൂടെ കൂടി വണ്ടിയിൽ അത് കൊണ്ടുപോവുകയാണ് ചെയ്യുക. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അതെല്ലാം ആക്കി വെച്ചിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നത്, ഞാനും അമ്മയും കൂടി. അങ്ങനെ രാവിലത്തെ ഭക്ഷണം ഇതൊക്കെയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.